സത്യതയിലെ അമേരിക്കയുടെ സ്വന്തം കൂക്കിയായ ഡൊണാൾഡ് ട്രംപിന്റെ വാഷിംഗ്ടൺ DC-യിലെ പ്രാന്തപ്രദേശം ഈ ചെറുപട്ടണം പതിയെ ഉണരുകയാണ്. ആഴ്ചയിലെ 5 ദിവസത്തെ ഓട്ടപ്പാച്ചിലിന് ശേഷം ജീവിതം ഒരു നിമിഷം ശ്വാസമെടുക്കുന്നത് പോലെ തോന്നും. അങ്ങനെ ഒരു സാധാരണ ശനിയാഴ്ച രാവിലെ ലോകം ഒരു 3ാം ലോകമഹായുദ്ധത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ ജിജോയുടെ വീട്ടിൽ അധികം നിർണായകമായ ഒരു യുദ്ധം നടക്കുന്നു. കുട്ടികൾ ചേർന്നുള്ള ഈ അംഗത്തിൽ സമാധാന ദൂതനായി അപ്പോൾ അതാ വരുന്ന നമ്മുടെ കഥാനായകൻ സാക്ഷാൽ ജിജോ. കൊച്ചുകുളപ്പാൻകാലത്ത് പോസ്റ്റ്കോ ഷോപ്പിംഗും കഴിഞ്ഞ് ലൈഫ് ടൈം സപ്ലൈ ഓഫ് സിമിലാക്കും ഡയപ്പറും വാങ്ങിയാണ് അദ്ദേഹത്തിന്റെ വരവ്. എന്റെ ജീവിതത്തിനാഴ്ച നല്ലൊരു ശനിയാഴ്ച തുടങ്ങി. നേരം എടുത്താൽ അപ്പൊ തുടങ്ങി കീക്കി എന്നുള്ള സൗണ്ടും റിമോട്ടിന് വേണ്ടിയിട്ടുള്ള അടി. ഡിസ്നി, നെറ്റ്ഫ്ലിക്സ് ആൻഡ് യൂട്യൂബ്. നീനല്ല നീങ്കൽ. എന്റെ കണ്ണ് പറ്റിക്കുന്നു പൊക്കോണല്ല. എന്റെ ഒരു ഗുരുകേട് ആ ഡാനിലച്ഛൻ പണ്ടേ പറഞ്ഞു എടാക്കി പോന്നേ നിനക്കൊരു ദൈവമില്ലേ ഈ സെമിനാരിൽ പോകരുത് പല അച്ചപ്പട്ടത്തിനും പോയാൽ മതിയായിരുന്നു. രാവിലെ അച്ഛൻ പറഞ്ഞു കേട്ടില്ലെങ്കിൽ രാവിലെ ഒരു കട്ടൻ ചായ ഇട്ടുകാരൻ ഒരു കുശിരിക്കാരൻ എനിക്ക് കിട്ടിയ ബാക്കിയുള്ള മടുത്തു. അത് ശരി, അച്ഛനെ രാവിലെ ചാച്ചോണ് ഇവിടെ കിടന്ന്. എടി ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്യും. ഫോസ്കോ ഷോപ്പിംഗും കഴിയും. ലൈഫ് ടൈം സപ്ലൈ ഡയപ്പറും സിമിലാക്കും മേടിച്ചു. എന്ത് പറയാനാ, ഒരു യുദ്ധവും ഒത്തുതീർപ്പാ. ഒന്ന് നടു നിവർത്താൻ കിടന്നതാ. ഞാൻ വരും പറയും കേട്ടോ, ബാക്കിയുള്ളവർ ഓരോരുത്തരെയും ഇഷ്ടം നോക്കി കുക്ക് ചെയ്ത് മടുത്ത്. മനുഷ്യ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഹെൽപ്പ് ചെയ്തൂടെ? നെക്സ്റ്റ് സ്റ്റോറിൽ താമസിക്കുന്ന സ്റ്റീഫനും എമിലിയും കണ്ട് പഠിക്കും. രാവിലെ എണീറ്റ് എന്ന് പറഞ്ഞ രാവിലെ പോകുന്നത് കാണും. എന്താ അവർ തമ്മിലുള്ള സ്നേഹം. അതെ, സ്റ്റീവ് രാവിലെ ഭാര്യ അറിയാതെ സ്റ്റാർബക്സിൽ വർക്ക് ചെയ്യുന്ന ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോകുന്നത്, അല്ലാതെ എമിലിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. ഓ അത് പോട്ടെ, അവരുടെ 3 വയസ്സുള്ള എമിയെ നോക്കാൻ സ്റ്റീവ് ഫ്രാൻസിൽ നിന്ന് ഓപ്പേറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തായാലും ഒപ്പറാണ് കേട്ടിട്ടുണ്ട്. എന്തായി ഓപ്പേറ്? മനുഷ്യ, നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മറ്റൊരു നാട്ടിൽ നിന്ന് ചുരുങ്ങിയ ശമ്പളത്തിൽ കിട്ടുന്ന മാനി, അതായത് ആയ. ഈ മറ്റു നാട്ടിൽ നിന്ന് വല്ല ഉടായ്പ കേസുമാണ് നമ്മുടെ പിള്ളേരെ സ്വഭാവം മാറിക്കും. നമ്മൾ തന്നെ പിള്ളേരെ നോക്കുന്നതല്ലേ അതിന്റെ ഒരു ഇത്. ജിജോ, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ നമ്മുടെ ഹൂസ്റ്റന്റെ രഞ്ജൻ ചേട്ടന്റെ ആഴ്ചവട്ടത്തിൽ അഡ്വർടൈസ്മെന്റ് ഇട്ടിട്ടുണ്ട്. ഇന്ന് 3 നാനുമാരെ ഇന്റർവ്യൂ ചെയ്യാൻ ഏറ്റിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണവും തളർച്ചയും. ഞാൻ നിനക്ക് ബ്ലഡ് ടെസ്റ്റ് എല്ലാം നടത്തി. ഓ, ക്ഷീണം, തളർച്ച. ഒരു മിനിറ്റ്. നിന്റെ സിംറ്റം എല്ലാം കൂടെ നോക്കിയിട്ട് ChatGPT പറയുന്നത് നിനക്ക് ടെസ്റ്റിക്കുലർ ഹൈപ്പർട്രോഫി. കർത്താവേ, ഇത് 5 രോഗം. എന്റെ ഒരു കഷ്ടകാലം. എനിക്ക് എത്ര ഐറ്റിക്കാരുടെ ആലോചന വന്നതാ. എന്റെ അപ്പം കണ്ടുപിടിച്ച് ബോധവും വിവരവും ഇല്ലാത്ത കവിതയാണല്ലോ. ഒരു ക്രൂസിനും കൊണ്ടുപോകില്ല, ഒരു സ്റ്റാർബക്സ് പോലും മേടിച്ചു തരത്തില്ല. പിന്നെ ഈ ChatGPT വൈദ്യനെ കൊണ്ട് ആളെയും അത് ഓരോ തവണ ക്രൂസ് പ്ലാൻ ചെയ്യുമ്പോൾ നീ ബ്രെഡ് ഉണ്ടാവത്തില്ലേ? പറയുന്നത് കേട്ടാൽ ഇതിയാണിപ്പോ റോളില്ലെന്ന്. എന്റെ ദൈവമേ, ഞാൻ മടുത്ത്. ഇപ്പൊ 6 വയസ്സിന് തന്നെ 4 പിള്ളേര്. സ്വന്തം അപ്പനും അമ്മയും പോലും ഇപ്പൊ ബേബി സെറ്റ് വിളിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്താൽ റിപ്ലൈ ചെയ്ത് തരത്തില്ല. നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചനും 6 മാസത്തെ ഡിസ്റ്റി കഴിഞ്ഞ് പോയിട്ട് ഇപ്പൊ വർഷം 5. അവരെ മോശിച്ച് നോക്കിക്കൊണ്ടാണല്ലോ. കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ മനോജൻ പ്രോ ലൈഫ് പേരന്റിംഗ് സപ്പോർട്ട് ഗ്രൂപ്പ് തുടങ്ങിയത്.
അല്ലേലും അച്ഛന്മാർക്കും തിരുമേനിമാർക്കും താടിയും തടക്കി പറഞ്ഞാൽ മതിയല്ലോ. ഈ പീക്കിരി പിള്ളേരെല്ലാം വലിച്ച് കെട്ടി സൺഡേ രാവിലെ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ 3 തവണ ബാത്റൂമിൽ പോക്ക്, 2 തവണ ഡൈപ്പർ ചേഞ്ച്, 4 തവണ സ്നാക്ക് ബ്രേക്ക്. ഏതെങ്കിലും കൊച്ചിനെ പ്രസാദ സമയത്ത് കരഞ്ഞാൽ ആൾക്കാരെല്ലാം കൂടി നോക്കി നമ്മളെ പേടിപ്പിക്കും. നീ സമാധാനിക്കും. അല്ലേലും ഡാനിലച്ഛൻ പറയുന്ന പോലെ ഇപ്പോഴല്ലേ ഇതൊക്കെ പറ്റൂ. വണ്ടി വിട്ട് പോയി കഴിഞ്ഞാൽ കൈ കാണിച്ചിട്ട് കാര്യമുണ്ടോ? ജിജോ വേണ്ട, നിങ്ങൾ എന്നെ കഴിഞ്ഞ തന്നെ സമാധാനിപ്പിച്ചപ്പോഴാണ് എനിക്ക് ജോലിക്കൂട്ടിനുണ്ടായത്. എന്തായാലും ഇന്ന് ഞാൻ 3 നാളുകൾ ഇന്റർവ്യൂ വിളിച്ചിട്ടുണ്ട്. തോന്നുന്നു ഹലോ. ഓ ഹായ് ആന്റി. ഇതെന്താടി ഒരു പേടിയും കിടക്കൊക്കെ ആയിട്ട് തിരിച്ചു വന്നേക്കുന്നത്? Hi, honey. Yeah, baby. I just came off the carnival cruise. It was so much fun. മോർണിംഗിലെ വോൾക്കാനത്തെ ഓറഞ്ചസ്, ലഞ്ചിന് പിന്നെ ഒരു ഓൾഡ് ഫാഷൻ, പിന്നെ പീനപ്പൊളാടെയും പിടിച്ചുകൊണ്ട് പൂൾ സൈഡിലാണ് അങ്ങനെയിരിക്കും. വൈകിട്ട് കസിനോയിൽ കളിക്കുമ്പോൾ 2 ബഹാമ മാമ. ഇറ്റ് വാസ് സോ മച്ച് ഫൺ. പിന്നെ ഫുഡിന്റെ കാര്യം പറയണ്ടല്ലോ അല്ലേ? ലോബ്സ്റ്റർ, ഫ്രൈഡ്, seafood buffet, dessert buffet. Oh, it was so much fun. Okay, I'm here. വെക്കേഷൻ ഇടയ്ക്ക് ബോറടിക്കാതിരിക്കാൻ ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തായിരുന്നു. ഇത് കൺട്രി ഫെലോസിന്റെ ജോലിയുമാണ്. ഓക്കെ, ബൈ. Oh, hello there. You are Hito and Kiki. ഹിയോ അല്ല, ജിജോ. ഇത് ജിജു. Oh, country fellows. നാടൻ പേരുകളാണല്ലേ. ഞാനതിന് മുൻപ് സ്പാനിഷ് ഫാമിലികളുടെ അവരുടെ പേരുകളെല്ലാം ശരിയെല്ലാം ഈച്ചയായിട്ടാണ് പറയുന്നത്. കേട്ടിട്ടില്ലേ? ഹോസേ and Jesus. നമ്മുടെ രോഗം. ഓ ആന്റി, അവിടെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? നമുക്ക് 4 കുട്ടികളാ. 4 കുട്ടികളോ? നല്ല എക്സ്പീരിയൻസ് ആണ്. 2 വീട്ടിൽ നിന്നതാ. പക്ഷെ ഓവർനൈറ്റ് എന്നെ പറഞ്ഞു. പിന്നെ ഞാൻ ലോകമലയാളി, ഞാൻ അസോസിയേഷന്റെ ആക്ടിംഗ് പ്രസിഡന്റാണ്. ആന്റി ആദ്യം തന്നെ ചോദിക്കട്ടെ, ആന്റി എത്ര ഡോളറാണ് ഉദ്ദേശിക്കുന്നത്? Very cheap, just $20 per hour. ആന്റി വളരെ റീസണബിൾ ആണല്ലോ. അപ്പൊ ഒരു ദിവസം $20 വെച്ച് 8 മണിക്കൂർ $160. You silly boy. അല്ല, $20 per hour per child. 4 കുട്ടികളെ ഒരു ദിവസം നോക്കുമ്പോൾ 640 എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ $25,000. പിന്നെ എന്റെ അക്കോമഡേഷൻ സ്റ്റേ ഇതൊക്കെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുമല്ലോ അല്ലേ? അതിനെന്താ ആന്റി, നമ്മുടെ സൗകര്യത്തിൽ താമസിക്കാമല്ലോ. No. Small conditions ഉണ്ട്. I need a separate bedroom and a separate bathroom. ഞാൻ രാവിലെ 10 മണിക്ക് പങ്ക്ച്വലായിട്ട് അപ്സ്റ്റേഴ്സിലും ഡൗൺസ്റ്റേഴ്സിലോട്ട് എത്തും. പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട്. രാവിലെ സ്റ്റാർബക്സിൽ നിന്ന് കാരമൽ മാക്കിയാലോ തന്നെ എനിക്ക് വേണം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെയുള്ള കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ ഞാൻ കഴിച്ചോളാം. ആൽമണ്ട് മിൽക്ക് ആൻഡ് ഓർഗാനിക് ഫുഡ് ഇസ് എ മസ്റ്റ്. പിന്നെ മന്ത്ലി എനിക്കൊരു മാനിക്കടി ആൻഡ് സ്പാ ഡേ വേണം. അതിന് നോ നെഗോഷിയേഷൻ. എന്റെ അമ്മേ, ബാക്കിയുള്ളവര് മാനി പിടിച്ചത് കാലം വന്നു. ആന്റി, പക്ഷെ കുട്ടികളെ നല്ലവണ്ണം നോക്ക് ചെയ്യുമല്ലോ അല്ലേ? ഓ, അതിനെനിക്കൊരു അസിസ്റ്റന്റിനെ വേണം. ആന്റിക്കും അസിസ്റ്റന്റ്? അതെ, ഞാൻ സൂപ്പർവൈസ് ചെയ്യും. പക്ഷെ സൂപ്പർവൈസസ് ഈസ് സോ എക്സോസ്റ്റിംഗ്. നമ്മളിൽ ഒരാൾ ജോലി നിർത്തി നമ്മുടെ പിള്ളേരെ നോക്കുന്ന ഇതിലും ലാഭം. എന്നാ പിന്നെ നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ തന്നെ അങ്ങ് നോക്കിക്കോ. ഞാൻ എന്റെ പാട്ടിന് പോവാം. ബൈ. എന്തൊരു വള്ളിക്കെട്ടായത്. അവർ വന്നത് തോന്നുന്നു.
टेंशन से बचाते हैं। Hello, followers. Day 87 as an au pair. Today we'll be teaching these Malayali kids how to go viral. Oh, hi guys. Hi Chidra. Oh, hi Amity. I'm Stephanie, but you can call me Chinju. Kutilukokkan experience undo? Of course. Last year I babysat while making TikToks. One reel even got 20,000 views. നിങ്ങളുടെ kids എല്ലാം fast ആയിട്ട് പഠിച്ചോളാം. അപ്പൊ എല്ലാ ദിവസവും കുട്ടികളെ നോക്കാൻ വരുമോ? Duh, I'm here until 4:30. After that, I leave for happy hour where I meet the other au pairs. Spin it twice a week, and the boyfriend will come and stay here with us. എന്റെ ദൈവമേ, ഈ കർത്താവിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല. അയ്യോ ചേട്ടാ, ഇതൊന്നും ഇല്ലാതാണോ ഈ 4-5 kids ഇവിടെ? അതൊക്കെ പോട്ടെ, കൊച്ചുങ്ങളുടെ കുടുംബപ്രാർത്ഥനയൊക്കെ കുടുംബമല്ലേ? Of course, Amity. ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്ന പേഴ്സണാ. Every night before entering the club, #blessed. അമ്മച്ചിയോ? ക്ലബോ? Yes, and your kids can help me with my dance reels. Jijo Jaden can hold the ring light. അടിപൊളി. ആഹാ, ഇത് കുറെ നേരമായല്ലോ. ഞാൻ അമ്മച്ചി ഇയാളെ ചേട്ടൻ ഈ അറിവിടെ കാണത്തില്ല. കൊച്ചുങ്ങളൊന്നുമില്ല. ഇവളപ്പോ എന്റെ കെട്ടിയുടെ നന്നായിട്ട് നോക്കുന്ന ലക്ഷണമുണ്ട്. ഒച്ചേ, thank you for coming. We will call you when you make a decision. Whatever. Bye guys. If the baby cries, film it vertically. താമസമുണ്ടെങ്കിലും അണിഞ്ഞൊരു ഭൂവികളങ്കനമെഴുതി മിഴിഞ്ഞൊരു മധുരിമയാണ് ഇളകി പോണതുഞ്ചിരിയാ. Good morning, Mr. Tito, Miss Titi. I'm here for Nanny services. Nanny services? Yes, it's a bird, it's a plane. No, it's Super Nanny. Island. Feel the garbage in the field, പറന്നു നടന്ന് പണിയെടുക്കുന്നത്. Super Nanny. Yes, May plus Nanny. Manny. Yes. You got a problem? I've got a solution for you. എന്താണ് നിങ്ങളുടെ പ്രോബ്ലങ്ങൾ എന്നവരുടെ ശാസ്ത്രീയമായ രീതിയിലാണ് കുട്ടികളെ നോക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ട്രാവലൊന്നും ഞങ്ങളെ കുട്ടികൾക്ക് ഞങ്ങളുടെ പിള്ളേരെ നോക്കാൻ ഒരാളെ വേണം. എത്ര കുട്ടികളാണ് നിങ്ങൾക്ക്? പറയൂ. You have a problem, I have a solution. ചേട്ടാ, അതെ, ഞാൻ ആഴ്ചയിൽ 3 ദിവസം വർക്ക് ഫ്രം ഹോമാണ്. അപ്പൊ മിക്ക ദിവസങ്ങളും ഈ കുഞ്ഞിന്റെ കരച്ചിൽ കാരണം എനിക്ക് മുന്നിൽ ശരിയായി നടക്കുന്നുണ്ട്. ഓ, അത്രയോ പ്രോബ്ലം. You have a problem, I have a solution. ഞാൻ ശാസ്ത്രീയമായി ചെറിയ ഈ അലർജിക്കൊക്കെ കൊടുക്കുന്ന ബാലറിയില്ലേ, കുട്ടികൾക്ക് നമ്മൾ സാധാരണ കൊടുക്കാറില്ല. പക്ഷേ ഇങ്ങനെയുള്ള സ്പെഷ്യൽ കേസിൽ ഒരു 1, 2, 3, 4, 5 സ്പൂൺ കൊടുക്കും. അതോടുകൂടി കുഞ്ഞുങ്ങൾ തന്നെ ഉറങ്ങിക്കോളും. അങ്ങനെ ദിവസങ്ങളോളം അമ്മയ്ക്ക് മീറ്റിംഗ് ചെയ്യാം. എനിക്കൊരു സൂപ്പർ കണ്ടിരിക്കാം. അയ്യോ, എന്റെ അമ്മേ. പറയൂ, ആ പ്രോബ്ലം സോൾവ്. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലംസ്? കുട്ടികൾക്ക് വാശിയുണ്ടോ? ഫുഡ് വലിച്ചെറിയുക, അമ്മയെ തല്ലുക, അങ്ങനെ വളരുന്നു. പറയൂ. അത് അങ്ങനത്തെല്ലാറാവില്ല. പിന്നെ കുറച്ച് ട്രാവലർ. ഓ, അമ്മയെ തല്ലാറുണ്ട്. അത് കഷ്ടമായി. പറയൂ. You have a problem, I have a solution. പിടിവാശി, കടുപിടുത്തം, അങ്ങനെ വല്ലതും. മലയാളി കുട്ടീസ്, ഡേഡി ഫെലോസ്, ഭക്ഷണം വലിച്ചെറിയുക, തൊണ്ട പൊട്ടിക്കാറുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ എന്റെ ശാസ്ത്രീയമായ ഉപകരണങ്ങൾ അങ്ങെടുക്കുന്നു. ഇത് 1 മുതൽ 2 വയസ്സ് വരെ കുട്ടികൾ, ഇത് 3 മുതൽ 4 വയസ്സ് വരെ കുട്ടികൾ.
ഇത് 6 മുതൽ 7 വയസ്സ് വരെ നോക്കി. എന്റെ ഈശോ, പറയൂ, എന്താണ് നിങ്ങളുടെ പ്രോബ്ലങ്ങൾ? യു ഹാവ് എ പ്രോബ്ലം, ഐ ഹാവ് എ സൊല്യൂഷൻ. പിന്നെ കുട്ടികൾ പറയുന്ന കാര്യം അനുസരിക്കാതിരിക്കുക, തറുതല പറയുക, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടോ? അങ്ങനെ വലുതായിട്ടില്ല. റിമോട്ട് കൺട്രോളിന് വേണ്ടി ചെറിയ ആ, എന്റെ അടുത്ത് കുട്ടികൾ ഇതുപോലെയുള്ള കുഞ്ഞി സ്വഭാവം എടുക്കുമ്പോൾ ചൈനയിൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഇൻസ്ട്രുമെന്റ്, ടോപ്പ് ക്വാളിറ്റി. ഞാൻ ഈ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് എടുക്കുക, തീ വെച്ച് നന്നായി ഈ ഇൻസ്ട്രുമെന്റ് ചന്തിയിൽ വെച്ചു കൊടുക്കും. അപ്പോൾ എന്നൊരു ശബ്ദം കേൾക്കും. പിന്നീട് ഒരിക്കലും കുട്ടി പറഞ്ഞല്ലോ പറയുകയില്ല. അയ്യോ ചേട്ടാ, അതൊന്നും വേണ്ട. ഓ, എന്റെ വ്യൂസിനെയാണ് ഇതെന്ത് പള്ളിക്കെട്ട്. ചേട്ടാ, ചേട്ടന്റെ റെസിമിയിൽ ഇടാവുന്ന വീട്ടിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ തൃശ്ശൂർ ഭാഷ ഇടാത്ത പറഞ്ഞ കുട്ടിയെന്നല്ലേ? ചേട്ടൻ തൃശ്ശൂർക്കാരനല്ലേ? അല്ല, തൃശ്ശൂർ നെൽമോണിലേക്ക് വന്ന വഴിക്ക് തൃശ്ശൂർ ഭാഷയൊക്കെ പോയി. പക്ഷെ കിടാക്കളെ നോക്കി നല്ല പരിചയമുണ്ട്. ആട്, മാട്, പശു ഇവറ്റകളൊക്കെ നല്ല ചുണ്ടാക്കി അങ്ങോട്ട് അരിഞ്ഞ് ഒരുക്കി. എന്റെ അമ്മ, ഇയാൾ ഞാൻ അസാപ്പുകാരനാണ്. നമ്മുടെ പിള്ളേരെ ഇല്ലാതെ ഇറങ്ങണം. ഡോ, ഞാൻ 911 വിളിക്കണോ? അത് കാനോട് നൽകുന്നോ? അയ്യോ, പോലീസ്. Superman escaped to the next place. ജിജോ, എന്തൊരു കഷ്ടം. ഞാൻ എന്ത് ചെയ്യും? ഒരിക്കലായി മെയിനസാണ്, ഒരിക്കൽ ടിക്ടോക്കാണ്, മറ്റൊരുത്തൻ ഹിന്ദിയോ. ശരിയാ, ഈ ഞാനിയെ തപ്പുന്നതിലും ഭേദം നമുക്ക് തന്നെ നമ്മുടെ കുട്ടികളെ നോക്കണം. എടി, എനിക്ക് അപ്പടി ക്ഷീണം. ഞാൻ കിടക്കട്ടെ. Hello, this is Gigi speaking. Oh, hi. Hi, Dr. Smith. Okay. Oh, really? Are you sure? Okay. ആടി, ഡോക്ടർ സ്മിത്തിന്റെ ഓഫീസിൽ നിന്നായിരുന്നു. എന്റെ ബ്ലഡ് ടെസ്റ്റിന് റിസൾട്ട് വന്നു. ഞാൻ 3 months പ്രഗ്നന്റ് ആണ്. എന്റെ ദൈവമേ, ഇതെപ്പോ? അപ്പോൾ സുഹൃത്തുക്കളെ, സെന്റ് മേരീസ് സീറോ മലങ്കര കാത്തലിക് ചർച്ച് ഓഫ് ഗ്രേറ്റർ വാഷിംഗ്ടണിന്റെ washingtonNanny.com എന്ന ലഘുനാടകം ഇവിടെ പൂർണ്ണമാകും. നിങ്ങളെയൊക്കെ ഒന്ന് ഉറക്കെ ചിരിപ്പിക്കാനായി മാത്രമാണ് നാനി ഇന്റർവ്യൂ ഞങ്ങൾ ഇത്തരത്തിൽ അവതരിപ്പിച്ചത്. നാനിയെ കണ്ടെത്തുക ഒരു ഭഗീരഥ പ്രയത്നമാണെങ്കിലും മാലാഖ കുഞ്ഞുങ്ങളെ സ്വന്തം എന്ന പോലെ സ്നേഹിച്ചും പരിപാലിച്ചും വളർത്തിയെടുക്കുന്ന നാനികളോടുള്ള നന്ദിയും ബഹുമാനവും അറിയിക്കാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കട്ടെ. അതുപോലെ തന്നെ കുടുംബത്തിൽ കുട്ടികളുടെ എണ്ണം കൂടുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണെന്നറിയുക. 127 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനം. കുഞ്ഞുങ്ങളുമായി ദേവാലയത്തിലെത്തുന്ന വലിയ കുടുംബങ്ങളെ നമുക്ക് കുറച്ചുകൂടി സൗഹാർദ്ദത്തോടെ സമീപിക്കാം. ഓർക്കുക, ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റൈസ് എ ചൈൽഡ്. അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. രംഗസംവിധാനം ജലന്ധർ സോജി, ശബ്ദ സംയോജനം വെർജീനിയ ടെക് ജോഹാൻ, ബാലതാരങ്ങൾ മാസ്റ്റർ തേജസ്, മാസ്റ്റർ ആബേൽ, കുമാരി ലോറൻ, ജിജി പുളകം നീതു, ജിജോ തിരുവനന്തപുരം ബിനു, ശാന്താന്തി രോമാഞ്ചം ഷെറി, സ്റ്റെഫനി കലാതിലകം ശ്രേയ, മാനി അടൂർ മാമൻ, കഥ തിരക്കഥ സംഭാഷണം സംവിധാനം സംഘട്ടനം നൃത്തം വാഷിംഗ്ടൺ ഷൈനി. Wow. What a